ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ നാട്ടിലെത്തി. 14 ദിവസം ഹോം ക്വാറൻറ്റൈനിലാണ്. ഇപ്പോൾ വീട്ടിൽ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മേനും ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് മാറ്റി. അച്ഛനും അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും, പക്ഷേ നിന്നാൽ അവർക്ക് പുറത്ത് പോകാനൊന്നും പറ്റില്ല. പിന്നെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇവിടെ നിന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, മറ്റ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഞാൻ പാസിന് അപ്ലൈ ചെയ്ത് 8-ാം തീയതിയാണ്. എനിക്ക് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അപ്രൂവായി കിട്ടി. എൻ്റെ ട്രാവൽ ഡേറ്റ് 15-ാം തീയതി ആയിരുന്നു. നമ്മൾ പാസുമായി ബന്ധപ്പെട്ട് ഏത് സമയത്ത് വിളിച്ചാലും കളക്ടറേറ്റിലോ അതോ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഏതാണെങ്കിലും അവർ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ഹെൽപ്പ് ചെയ്യാനും അവരെപ്പോഴും സന്നദ്ധരാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും. ഒരിക്കൽ കൂടി ഞാൻ അവർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സ്, അതായത് ക്യാമറ, മറ്റുള്ള ആക്സസറീസ്, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, ഏത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക്സും ചെയ്യുന്നത്, അതായത് മൊത്തത്തിൽ പറഞ്ഞ ഒരു വീഡിയോ പ്ലാൻ മുതൽ അത് നിങ്ങളുടെ മുന്നിൽ യൂട്യൂബിൽ വീഡിയോ ആയി വരുന്നവരെ ഞാൻ ചെയ്യുന്നതും അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ ഒരുപാട് ടൈമുകൾക്ക് ഞാൻ ചുരുക്കി ചെയ്യാം. ചിലത് നിങ്ങൾ ഓൾറെഡി ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടു കാണും. മൈക്ക്, ഹാൻഡ് ഹെൽഡ് ട്രൈപോഡ്, പിന്നെ ലൈറ്റ് കിറ്റ്, അതല്ലാതെ എൻ്റെ മാവിക് മിനി ഡ്രോൺ. ഈ വീഡിയോസ് കാണാത്തവർക്കായി ഞാൻ ഈ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിലേതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നുള്ളത് നോക്കാം. എൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് Fujifilm X-T30 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു മിറർലെസ് ക്യാമറയാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളമായി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. എനിക്ക് അന്ന് 71,000 റുപ്യാണ് ആയത്. അന്ന് ബിഗ് ബില്യൻ്റെ സമയമായിരുന്നു. അപ്പോൾ വലിയ ഡിസ്കൗണ്ടൊക്കെ കിട്ടി. ഇപ്പോൾ ഏകദേശം 84,000 റുപ്യ വരുന്നുണ്ട് ഈ മോഡലിന്. ഫോട്ടോഗ്രാഫിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറയാണ് ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിലുള്ളത്. വീഡിയോയ്ക്ക് ആയാലും അതേപോലെ തന്നെ ഈ ഒരു റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം 4K at 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫുൾ HD 120 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു 3-inch LCD സ്ക്രീൻ ബാക്കിലുണ്ട്. അത് ഫ്ലിപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കാൻ പറ്റില്ല. അത് ചില മിറർലെസ് ക്യാമറ മോഡൽസിന് ഫ്ലിപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരത്തുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് ആ ഓപ്ഷൻ ഇല്ല. ബേസിക്കായി ഇതിൽ ഉള്ളത് ഏകദേശം 16 ഫിലിം മോഡ്സ് അവൈലബിൾ ആണ് ഇൻബിൽഡ് ആയിട്ട്. അതല്ലാണ്ട് ഫോട്ടോഗ്രാഫിക്ക് അതിൻ്റേതായ വേറെ മോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോകണമെന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് തന്നെ ഒരുപാട് സമയമാണ് പോകാൻ. കാരണം അത്രയും ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ളൊരു ക്യാമറ മോഡലാണിത്. അതിനെക്കുറിച്ച് തനിയായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് തനിയായിട്ടൊരു വീഡിയോ ചെയ്യാം. ക്യാമറ ഞാനിപ്പോൾ എൻ്റെ മാൻഫ്രോട്ടോയുടെ ഹാൻഡ് ഹെൽഡ് ട്രൈപോഡിൽ ഫിറ്റ് ചെയ്തേക്കാണ്. പിന്നെ ക്യാമറയുടെ മുകളിൽ ബോയ M1 എന്ന് പറഞ്ഞ ഷോർട്ട് ഗൺ മൈക്കാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, അൺബോക്സിങ് വീഡിയോ പിന്നെ യൂസേജുമായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ക്യാമറയുടെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് പറയുന്നത് ക്യാമറയുടെ ചാർജർ, ഇത് ബാറ്ററി ചാർജർ, പിന്നെ ഇത് മറ്റേ ബോയ M1 മൈക്ക്, കോളർ മൈക്ക് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇത് ഇട്ട് വയ്ക്കാനുള്ള പൗച്ച്, മറ്റേ മൈക്ക് ഞാൻ ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്തേക്കാണ്. പിന്നെ ഇതാണ് ഞാൻ ക്യാമറയുടെ ബാഗായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എക്സ്ട്രാ ഞാൻ വാങ്ങിയത്, ക്യാമറയുടെ കൂടെ കിട്ടിയതല്ല, CADEN എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ക്യാമറ ഞാൻ ഇതിൽ വയ്ക്കും, ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഇതിൽ വയ്ക്കാം. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിലും വെച്ചിട്ട്, പിന്നെ ട്രൈപോഡ് ഇതിൽ തൂക്കിയിടാൻ പറ്റിയ ഒരു ക്ലിപ്പാണിത്. ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗ് ഇതേപോലെ ഫ്രണ്ടേക്ക് ഇട്ട് യൂസ് ഇട്ടിട്ടാണെങ്കിൽ ക്യാമറ അതേ ഇതിൽ നിന്ന് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ വഴി എടുക്കാൻ പറ്റും. തിരിച്ചും അതേപോലെ എടുത്ത് വയ്ക്കാനും പറ്റും. ട്രാവലേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ബാഗ് മോഡലാണിത്. അപ്പോൾ ക്യാമറയുടെ ആക്സസറീസ് ഇത്രയാണ്. അപ്പോൾ മെയിൻ ക്യാമറ ഞാൻ എപ്പോഴും ഫിറ്റ് ചെയ്യുന്നത് ഈ ട്രൈപോഡിലാണ്. ഇത് ഡിജിടെക്കിൻ്റെ 520BH എന്ന് പറഞ്ഞ DTR 520BH എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഫുള്ളി അലുമിനിയം ഫ്രെയിമാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയെന്ന് കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും മിനിമം ഹൈറ്റ് ഇതിന് താഴാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മിനിമം ഹൈറ്റ്. ഇനി നമുക്ക് മാക്സിമം ഹൈറ്റ് എത്ര വരെ ആക്കാൻ പറ്റുന്നത് കഴിഞ്ഞാൽ ഏകദേശം ഒരാളുടെ ഹൈറ്റ് ഈസി ആയിട്ട് വരും. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'10" ആണ്. ഇത് ഏകദേശം ആ ഹൈറ്റ് വരെ ഈ ഭാഗം ലൂസാക്കിയിട്ട് അതിൽ ചെയ്യാൻ പറ്റും. ഏകദേശം എൻ്റെ ഹൈറ്റിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യണം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം, ഈ ഒരു ഭാഗമാണ് തിരിച്ച് ലൂസാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ഭാഗത്ത് ഇത് തന്നെ നമുക്ക് ഓവർ ഹെഡ് ട്രൈപോഡായിട്ട് യൂസ് ചെയ്ത് ഇതിവിടെ ഫിറ്റ് ചെയ്ത് ഓവർ ഹെഡ് ട്രൈപോഡായിട്ട് നമുക്ക് ഇത് ഈ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇത് ഓവർ ഹെഡ് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ബോൾ ഹെഡാണ്. നമുക്ക് ഇത് ഇഷ്ടമുള്ള ആംഗിളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നേരെ ഇതിന് മെർക്കുറിയുടെ
എന്താ പറയുക നോട്ട് ഇതുണ്ട്, ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആണ്, ക്യാമറ സ്ട്രെയിറ്റ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നുള്ളത് ഇത് ഊരിയിട്ടാണ് ക്യാമറയിൽ ഫിറ്റ് ചെയ്യുന്നത്. ക്യാമറയുടെ അടിയിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ക്യാമറ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ബോൾ ഹെഡ് കറക്റ്റാക്കി. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി സെൻട്രലായി കഴിഞ്ഞാൽ, ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി സെൻട്രലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് അറിയാം, കറക്റ്റ് സ്ട്രെയിറ്റ് ആണെന്ന്, ക്യാമറ സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലൊരു ഇതുണ്ട്, ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രൈപോഡിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇത് മോണോപോഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മോണോപോഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാലിൽ നിന്ന് ഇത് ഊരിയിട്ട് ഈ ഒരു ബോൾ ഹെഡ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നമുക്കിത് മോണോപോഡായിട്ട് യൂസ് ചെയ്യാം. ഇത്ര സെയിം ഹൈറ്റ് ഇതിന് കിട്ടും. ഇതിൽ ട്രൈപോഡിൻ്റെ അതേ ഹൈറ്റിൽ മോണോപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്യാമറ മോഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോപ്രോ ഹീറോ 7 ആണ്. ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പക്ഷേ എനിക്കിത് ഫ്ലിപ്കാർട്ടിൻ്റെ ഇത് പൈസ കൊടുക്കേണ്ട വന്നില്ല. കാരണം ഫ്ലിപ്കാർട്ട് വൗച്ചേഴ്സ് ഏകദേശം 23,000-24,000 രൂപ വൗച്ചേഴ്സ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്നുള്ള വീഡിയോ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ 2 വീഡിയോസ് ഉണ്ട്. അതിലത്തെ ഒരെണ്ണം ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ, മറ്റേത് മൈ ഏണിങ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതായത് എങ്ങനെ ക്യാഷ് കരോ പിന്നെ ഏൺകരോ ആപ്പ് യൂസ് ചെയ്ത് ക്യാഷ് നേടാം. അതിന് കിട്ടിയ വൗച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഗോപ്രോ വാങ്ങിയത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 4K 60 fps ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫുൾ HD 240 fps ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കൈ പിടിച്ച് നടന്നാലൊന്നും അധികം ഷെയ്ക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ കുറേ ഇതുണ്ട്. പിന്നെ ഇത് 10 മീറ്റർ വരെ അണ്ടർ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്യുപ്മെൻറ്റ്സ് എക്സ്ട്രാ ആവശ്യമില്ല. കറക്റ്റായിട്ട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ചാർജിങ് പോർട്ട് ഇതൊക്കെ ക്ലോസ് ചെയ്താൽ മാത്രം മതി. പിന്നെ സൂപ്പർ ഫോട്ടോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് ഫോട്ടോസ് എടുക്കാനായിട്ട് വൈഡ് ആംഗിൾ ഫോട്ടോസ് എടുക്കാൻ വളരെ നന്നായിട്ട് പറ്റും. 12 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിലുള്ളത്. ഇതിലെ ബാക്കിയുള്ള ആക്സസറീസ് എന്ന് പറയുന്നത് ഇത് അണ്ടർ വാട്ടറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാ കേസിൻ്റെ ആവശ്യമില്ല 10 മീറ്റർ വരെ. എന്നാലും ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ഞാനൊരു എക്സ്ട്രാ കേസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടലിൽ ഡൈവ് ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സാധനം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് കുറച്ച് ദൂരം കുറച്ചുകൂടി മീറ്റർ താഴത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെയുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതതിൻ്റെ സ്ക്രൂസാണ്. ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓരോ ക്ലിപ്പും ക്ലാമ്പുകളും മാറ്റേണ്ട. അപ്പോൾ അതനുസരിച്ച് സ്ക്രൂസ് നമുക്ക് ഊരിയിട്ട് ഇഷ്ടമുള്ള ക്ലാമ്പ് ഫിറ്റ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലാമ്പ് എന്ന് പറയുന്നത് ട്രൈപോഡിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പാണ്. ഇത് ഊരിയിട്ട് ഇത് വേറെ ക്ലാമ്പാണ്. ഇത് ഞാൻ വണ്ടിയിൽ മുകളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് ജസ്റ്റ് നമ്മുടെ ബാഗിൻ്റെ ഇത് ക്ലിപ്പിടുന്ന പോലെ ഇത് ക്ലിപ്പിട്ട് വയ്ക്കാം. പിന്നുള്ളത് ഹെൽമെറ്റിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റിക്കറുകൾ പീൽ ചെയ്തിട്ട് ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ക്ലാമ്പ് ഇതിൽ ഫിറ്റ് ചെയ്ത് ഇത് ഊരിയിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നുള്ളത് എക്സ്ട്രാ മൗണ്ട്. അതായത് ഇപ്പോൾ ഈ ഗോപ്രോ ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ഇത് വേറൊരു ക്ലാമ്പിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ ഒരു എന്താ പറയുക ബോൾട്ടാണിത്. പിന്നുള്ളത് ഗോപ്രോയുടെ ട്രൈപോഡ്. ഇത് ഗോപ്രോ ട്രൈപോഡാണ്. വേണം ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് വരെ കിട്ടുള്ളൂ ഈ ഒരു ട്രൈപോഡിന്. പിന്നുള്ളത് സെൽഫി സ്റ്റിക്കാണ് ഗോപ്രോയുടെ. ഇത് അത്യാവശ്യം നീളം കിട്ടും. ഇതാവുമ്പോൾ നമ്മുടെ സെൽഫീസൊക്കെ എടുക്കാം. ഗോപ്രോയിൽ സെൽഫീസും പിന്നെ എന്താ പറയുക ഡീപ്പ് ഡൈവ് എന്താ പറയുക അണ്ടർ വാട്ടറൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രൈപോഡ് ഇതാണ് സെൽഫി സ്റ്റിക്ക്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെസ്റ്റ് മൗണ്ടാണ്. അതായത് മേത്ത് കൈയൊക്കെ ഇതിൽ കൊണ്ടിട്ട് ചെസ്റ്റ് മൗണ്ട് ചെയ്യാനുള്ളത്. ഇത് ക്ലിപ്പ് ഊരിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഈ ഒരു ക്ലിപ്പാണ് ഇതിൽ ഓൾറെഡി ഫിറ്റ് ചെയ്തേക്കുന്നത്. ഈ ക്ലിപ്പിലേക്ക് ഇതിങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഗോപ്രോ നേരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴുള്ള വീഡിയോസൊക്കെ ഇതിൽ ഷൂട്ടായിക്കോളും. ഇതാണൊരു ക്ലാമ്പ്. ഇത് ബോഡി ക്ലാമ്പ് എന്ന് പറയും. ഇത് ചെസ്റ്റിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഹെഡ് ക്ലാമ്പാണ്. ഇത് തലയിൽ വെച്ചിട്ട് തലയിൽ ഇതേപോലെ തന്നെ ഇത് ഊരിയിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ ഹെഡിൽ വയ്ക്കാൻ പറ്റും. ഇതാണ് ഹെഡ് ക്ലാമ്പ്. ഇതാണ്. പിന്നുള്ളത് ഒരെണ്ണം അണ്ടർ വാട്ടർ പോകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പോൾ ഗോപ്രോ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയാലും വെള്ളത്തിൽ ഈ സാധനം പൊന്തി കിടന്നോളും. അപ്പോൾ അത് ക്യാമറ ലോസ്റ്റ് ആയി പോകുന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഗോപ്രോയുടെ ആക്സസറീസും. ബാക്കിയുള്ള ഐറ്റംസ് എടുത്ത് ഞാൻ കാണിച്ചുതരാം. അടുത്ത ക്യാമറ കാണിച്ചുതരാം. ഞാൻ യൂസ് ചെയ്യുന്ന 3ാമത്തെ ക്യാമറ ഡ്രോണാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ ഡീറ്റെയിൽസും വെച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസ് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ട് പോകുന്നില്ല.
ഏതൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ബുക്ക്. കാരണം ഞാൻ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും എന്ത് വീഡിയോ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്യണത് എല്ലാം എഴുതി വെച്ചേക്കുന്നത് ഈ ബുക്കിലാണ്. അപ്പോൾ എല്ലാം അതായത് ഇപ്പോൾ ഈ ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. കണ്ട ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെ ഇരിക്കണം, എന്ത് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് എല്ലാം സ്ക്രിപ്റ്റ് പോലെ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ. അപ്പോൾ ഈ ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ കിടന്നുറങ്ങുമ്പോൾ പോലും എൻ്റെ ബെഡ് സൈഡിലെ ടേബിളിൽ ഇതുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഐഡിയ തോന്നുകയാണെങ്കിൽ അത് എഴുതി വെക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഫാണ്. ഇപ്പം സ്ക്രിപ്റ്റ് എഴുതണത് എൻ്റെ രീതിയാണ്, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്ന്. ഇങ്ങനെ എഴുതുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു ക്ലാമ്പിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നു. ഇത് ട്രൈപ്പോഡിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുള്ളതാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺസ് അതിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സ്മാർട്ട് ഫോൺ ഇതിൽ വെച്ചിട്ട് ട്രൈപ്പോഡിൻ്റെ മുകളിൽ ഈ ക്യാമറ ഫിറ്റ് ചെയ്യണം, അതേ ഇതിൽ തന്നെ ഈ സാധനം ഫിറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഉള്ളത് ലൈറ്റാണ്. ലൈറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കിറ്റ്, ബെസ്റ്റ് ലൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയാവുന്നതാണ്. ആ ലൈറ്റ് കിറ്റ് ഞാൻ ജസ്റ്റ് വെച്ചു എന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഗോപ്രോയുടെ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടു നടക്കുന്നത് ഈ ഒരു ബാഗിലാണ്. ഇതിലാകുമ്പോൾ എല്ലാ ആക്സസറീസും കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ വാങ്ങിയ മോഡൽ 2 ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി ഇതിലുണ്ട്, ഒരു ബാറ്ററി ഗോപ്രോയിൽ ഇട്ടിട്ടുണ്ട്. സാധാരണ മെയിൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഈ ക്യാമറ ഈ ഒരു ടാബ്ലറ്റിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. കാരണം അപ്പോൾ എൻ്റെ ക്യാമറയുടെ ഇത് എന്താ പറയുക, സ്ക്രീന് ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഈ ക്യാമറ ഞാൻ ഈ ടാബ്ലറ്റിൽ കണക്ട് ചെയ്തിട്ടാണ് കാണാറ് എൻ്റെ ഇത് എന്താണ് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് വേറെ ആക്സസറീസ് ഉണ്ട്. അത് ഒരു ജസ്റ്റ് ഒരു കേബിളാണ് അതിനുള്ളത്, HDMI. അത് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. ഇനി ഞാൻ ഇത് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം ഫൂട്ടേഴ്സൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, ഗ്രാഫിക്സ് ആഡ് ചെയ്യുന്നത്, വീഡിയോ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് എല്ലാം ഞാൻ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് എൻ്റെ Macbook Pro 2017 മോഡലാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. ഞാൻ ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ i7 പ്രൊസസ്സർ വിത്ത് ക്വാഡ് കോർ, ഇൻ്റലിൻ്റെ ക്വാഡ് കോർ i7 പ്രൊസസ്സറാണ് 2.8 GHz. പിന്നെ ഇതിലുള്ളത് 16 GB DDR3 റാമാണ്. Radeon Pro 2 GB ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ ഉള്ളത് 2.7K മോണിറ്ററാണ് ഇതിലുള്ളത് ഇൻബിൽഡായിട്ട്. പിന്നെ ഇത് 256 GB ആണ് ഇൻറ്റേർണൽ മെമ്മറി. ഇതിൽ പിന്നെ എക്സ്ട്രാ ഞാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു SSD ഹാർഡ് ഡിസ്ക് ആണ്. ഇത് SSD ഹാർഡ് ഡിസ്ക് ഞാൻ തനിയെ വാങ്ങി, ഈ കേസ് ഞാൻ തനിയെ വാങ്ങിയിട്ട് ഞാനിത് എക്സ്റ്റേണൽ ആക്കുകയാണ് ചെയ്തത്. ഇത് 960 GB ആണ് ക്രൂഷ്യൽ. പിന്നെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് എഡിറ്റിംഗ് സമയത്ത് യൂസ് ചെയ്യുന്നത് സെൻഹൈസറിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ് എഡിറ്റിംഗ് സമയത്ത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ ഓഡിയോയും ക്യാപ്ചർ ചെയ്യാനുള്ളതാണ്. പിന്നുള്ളത് ഇടയ്ക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മടുക്കുമ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്തിൻ്റെ JBLൻ്റെ സ്പീക്കർ വെച്ചിട്ടാണ് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നടത്താറ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബുക്കിൻ്റെ പ്രത്യേകത, ഈ പ്രോയുടെ പ്രത്യേകത വെച്ചാൽ എല്ലായിടത്തും C-ടൈപ്പ് പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. 4 സൈഡിലും C-ടൈപ്പ് പോർട്ടും പിന്നെ ഈ ഒരു ഹെഡ്സെറ്റ് ജാക്കും അല്ലാണ്ട് വേറൊരു പോർട്ട് ഇതിലില്ല. ഇതിൽ ഏത് C പോർട്ടിൽ കുത്തിയാലും നമുക്ക് ഈ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും. C-ടൈപ്പ് ചാർജറാണ് ഇതിൽ, നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതിൽ 2 സൈഡിലും C-ടൈപ്പ് ചാർജർ, ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഈ ലാപ്ടോപ്പ് ഫുൾ ചാർജ് ആവും. എനിക്കൊരു 6 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ USB പെൻഡ്രൈവ് അതൊക്കെ കുത്തണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഇത് വാങ്ങേണ്ട, മെമ്മറി കാർഡൊക്കെ കുത്തണമെങ്കിൽ. ഇതാണ്ട് C-ടൈപ്പ് പോർട്ടിൽ നിന്ന് 2 USB, മെമ്മറി കാർഡ്, മൈക്രോ SD, പിന്നെ HDMI കേബിൾ. ഈ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എക്സ്ട്രാ ഹാർഡ് ഡിസ്കും USB പെൻഡ്രൈവ്സൊക്കെ കുത്താൻ പറ്റും. പിന്നെ ഞാൻ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ മെയിൻ എഡിറ്റിങ് പ്രീമിയറിലാണ് ചെയ്യുക, അഡോബിൻ്റെ. ഇതിൽ മെയിൻ ഫുട്ടേജൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാനത് ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്നിട്ട് ഇതിലാണ് ഗ്രാഫിക്സൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഇതേപോലെ പേരെഴുതി കാട്ടൽ, പിന്നെ സ്റ്റാർട്ടിങ് എൻഡിങ് സ്ക്രീന്, ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഇതൊക്കെ ഇതിലാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഔട്ട്പുട്ട് എടുത്തിട്ട് പ്രീമിയറിൽ കൊണ്ടുവന്നിട്ടാണ് വോയിസ്, അതായത് എന്താ പറയുക, സൗണ്ട് എഫക്ട്സ്, മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുക. അതിന് ഔട്ട്പുട്ട് എടുത്തതിന് ശേഷം ഞാൻ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യും. ഇതൊരു ഫോട്ടോ ആണ്. ഇതിപ്പോൾ ആദ്യത്തെ ഫോട്ടോ കളർ കയറ്റുന്നതിന് മുമ്പ് ഇങ്ങനെയായിരിക്കും. പിന്നെ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം മെയിൻ തമ്പനെയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇല്ലസ്ട്രേറ്ററിലാണ്. ഇതിലാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ കാണിക്കുന്ന തമ്പനെയിൽസൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ മാത്രം അഡോബിൻ്റെ ഒഡീഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് ഞാൻ സൗണ്ട് നല്ല ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഒരുവിധമൊക്കെ കുറച്ചൊക്കെ റിമൂവ് ചെയ്ത് കിട്ടും. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൊത്തം എഡിറ്റിങ്ങിൻ്റെ സെറ്റപ്പ്, ഔട്ട്പുട്ട് വരുന്നവരെ. പിന്നെ ഞാൻ എൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഐറ്റംസും കൊണ്ടു നടക്കുന്നത് ഈ ഒരു ബാഗിലാണ്.
ഗോഡ്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഗോസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് കുറച്ച് ഹാർഡ് ബിൽഡാണ്. പിന്നെ ഒരു സിബ് വരുന്നത് ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് തുറന്ന് മോഷണം എന്താ പറയുക, ആൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ലാപ്ടോപ്പിന് എല്ലാ കേസും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പിനുള്ള ഇടാനുള്ള സ്ലീവ്സ്, പിന്നെ ബുക്സ് വയ്ക്കാത്ത സ്ലീവ്സ്, പിന്നെ ഓരോ ചാർജിങ് കേബിൾ ഇത് പിന്നെ എക്സ്ട്രാ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഈ സൈഡിൽ സിബുകളുണ്ട്, നമുക്ക് എക്സ്ട്രാ സാധനങ്ങളൊക്കെ. ഇതിൽ അത്യാവശ്യം ട്രാവലിന് പോകുമ്പോൾ എല്ലാ ഒരുവിധം കുറേ കാര്യങ്ങൾ ഇതിൽ കൊള്ളും. ഒരു 3 day ട്രാവലിനൊക്കെ പോകുമ്പോഴേക്ക് അത്യാവശ്യം ഡ്രസ്സ്, മാക്ബുക്കിൻ്റെ അത്യാവശ്യം ഐറ്റംസ്, പിന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ ഡ്രോണൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാറ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇതിൽ കൊള്ളും. നല്ല ഹാർഡ് ബിൽഡാണ് സാധനം. അപ്പോൾ ഒരു വീഡിയോയുടെ ഐഡിയ മുതൽ നിങ്ങളുടെ മുമ്പിൽ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരുന്നവരെ എത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ആക്സസറീസും ഒക്കെയാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഇതല്ലാണ്ട് എക്സ്ട്രാ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. മാക്സിമം ഒരു മൗസ് മാത്രം ഉണ്ടാവും. അതല്ലാതെ ബാക്കി എല്ലാ എക്യുപ്മെൻറ്റ്സിനും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും മാക്സിമം എല്ലാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെ ഇതിൽ പറയാത്ത എക്യുപ്മെൻറ്റ്സിൻ്റെ വീഡിയോ ലിങ്ക്സ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, അത് കാണാവുന്നതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും ഐറ്റംസും എക്യുപ്മെൻറ്റ്സും ഒന്നും വേണ്ട. അതിന് നല്ലൊരു മൊബൈൽ ഫോണും പിന്നെ നല്ല കണ്ടൻറ്റും മാത്രം മതി. ഇതൊക്കെ നിങ്ങളുടെ വീഡിയോയുടെ ഓഡിയോയുടെയും ക്വാളിറ്റി കൂട്ടാണ് നിങ്ങളുടെ വീഡിയോ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതോറും നിങ്ങളുടെ ഓഡിയൻസിന് പുതിയ ഫീൽ കൊടുക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ വാങ്ങാൻ കാരണം എൻ്റെ ജോലിയും യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിലേതെങ്കിലും എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനും ഓൾ എന്നാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള പുതിയ പ്രൊഡക്ട്സ്, ആപ്സ്, ടെക്, ട്രാവൽ ആൻഡ് റിവ്യൂ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.